എല്ലാ രണ്ടാം വർഷ പ്ലംബർ ജനറൽ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് യൂണിറ്റ് 2-ലെ ഫംഗ്ഷനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ടാപ്സ്, വാൽവ്സ് ആൻഡ് കൺട്രോൾ ഡിവൈസസിനെ കുറിച്ചാണ്. അതിൽ ഫോസറ്റുകളെ കുറിച്ചും വാൽവുകളെ കുറിച്ചും നമ്മൾ പഠിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റ് ഫ്ലോ കൺട്രോൾ ഡിവൈസസിനെ കുറിച്ചാണ്. അതിൽ വരുന്നത് വോൾ മിക്സർ, വോൾ ഡൈവേർട്ടർ, തെർമോസ്റ്റാറ്റിക് വോൾ മിക്സർ, വാട്ടർ മീറ്റർ, വാട്ടർ ഹാമർ അറസ്റ്റർ, പമ്പുകൾ തുടങ്ങിയവയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. Wall mixer. Wall mixer is a single unit fitted on the wall with a common spout attached to the hot and cold water for mixing. There are basically two types of wall mixers, 2-in-1 wall mixer and 3-in-1 wall mixer. Today in modern wall mixers, the full turn knobs have been replaced by quarter turn knobs that have a cartridge. Wall mixer is installed on wall. The unit can be easily changed or repaired when needed. Usual height is 120 cm from finished floor level. Wall mixer spouts are usually installed at 36 inch from the floor to enable sufficient space for bucket. Wall mixer എന്നാൽ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഭിത്തിയിൽ ഘടിപ്പിക്കുന്ന സിംഗിൾ യൂണിറ്റുകളാണ്. സാധാരണഗതിയിൽ ഇവയ്ക്കൊരു സ്പൗട്ടും അറ്റാച്ച്ഡ് ആയിരിക്കും. രണ്ട് തരം വാൾ മിക്സറുകൾ നിലവിലുണ്ട്, 2-in-1 വാൾ മിക്സറുകളും 3-in-1 വാൾ മിക്സറുകളും. 2-in-1 വാൾ മിക്സറുകളിൽ 2 പോയിന്റാണ് കാണുക, ഒരു സ്പൗട്ടിനും ഒരു ഷവർ. 3-in-1 വാൾ മിക്സറുകളിൽ ഒരു ഹാൻഡ് ഷവറിനുള്ള പോയിന്റ് കൂടെ കാണും. പുതിയ തരം വാൾ മിക്സറുകളിൽ പണ്ടത്തെ ഫുൾ ടേൺ വാൽവുകൾക്ക് പകരം ക്വാർട്ടർ ടേൺ വാൽവുകളാണ് ഉപയോഗിക്കുന്നത്. ഈ കാട്രിഡ്ജ് വാൽവുകൾ ഉപയോഗിക്കുന്നതിൽ അവ പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വാൾ മിക്സറുകളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവ സ്ഥാപിക്കാൻ എളുപ്പമാണ്, റിപ്പയർ ചെയ്യാനും എളുപ്പമാണ്. സാധാരണഗതിയിൽ വാൾ മിക്സറുകൾ ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് 120 cm ഉയരത്തിലാണ് സ്ഥാപിക്കുക. സാധാരണ വാൾ മിക്സറുകളിൽ സ്പൗട്ടും വാൾ മിക്സറുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. വാൾ മിക്സർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ സ്പൗട്ട് സാധാരണഗതിയിൽ തറനിരപ്പിൽ നിന്ന് 36 ഇഞ്ച് ഉയരത്തിലാണ് കാണുക. ചിത്രത്തിൽ 2 വാൾ മിക്സറുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാൾ മിക്സർ. ഈ വാൾ മിക്സറിന്റെ സ്പൗട്ടാണിത്. ഈ സ്പൗട്ട് ഇതൊരു 3-in-1 വാൾ മിക്സറാണ്. ഒരു സ്പൗട്ടിന്റെ പോയിന്റ് ഉണ്ട്, പിന്നെ ഇതൊരു ഹാൻഡ് ഷവർ അല്ലെങ്കിൽ ടെലിസ്കോപ്പിക് ഷവറാണ്, പിന്നെ ഒരു സാധാരണ റെയിൻ ഷവറാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതും ഒരു 3-in-1 വാൾ മിക്സറാണ്. ഇതാണ് വാൾ മിക്സറിന്റെ സ്പൗട്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു ടെലിസ്കോപ്പിക് അല്ലെങ്കിൽ ഹാൻഡ് ഷവറിനുള്ള കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സാധാരണ ഷവറാണ്. ഈ വാൾ മിക്സറിൽ ഒരു ഷവർ എൽബോയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഷവറിലുള്ള വാട്ടർ കണക്ഷൻ എടുത്തിരിക്കുന്നത് ഈ ഷവർ എൽബോയിലൂടെയാണ്. ഇൻസ്റ്റലേഷൻ ഓഫ് എ 2-in-1 വാൾ മിക്സർ. Materials: wall mixer and accessories like spout, shower, wall flange, shower elbow, eccentric adapter, etc. Teflon tape, plumber's putty, cotton waste, nails, etc. Cement, sand, masonry materials, etc. Pipes, pipe solvent, fittings, etc. Tools required: wall chaser, demolition hammer, drilling machine, level, pencil, marker, tape, wrenches, screwdriver, spanner, allen key, pipe cutter, hacksaw, masonry tools, hammer, caulking tools, etc. ഒരു 2-in-1 വാൾ മിക്സറിൻ്റെ ഇൻസ്റ്റലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മെറ്റീരിയൽസ് ആണ് പറയുന്നത്. ആദ്യമായി നമുക്ക് വേണ്ടത് വാൾ മിക്സറും അതിൻ്റെ ആക്സസറീസുമാണ്. പിന്നെ പ്ലംബിങ്ങിന് സാധാരണയായി വേണ്ടി വരുന്ന ആക്സസറീസ്, പിന്നെ മേസൺറി കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിങ്ങിനും മറ്റും വേണ്ടി വരുന്ന മെറ്റീരിയൽസ് നമുക്ക് വേണം, സിമെൻറ്റ്, സാൻഡ് തുടങ്ങിയവ. പിന്നെ പൈപ്പ് ഫിറ്റിങ്സ്, പൈപ്പ് സോൾവെൻറ്റ് തുടങ്ങിയവയും ആവശ്യമായി വരും. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായ ടൂളുകളാണ് അടുത്തായി പറയാൻ പോകുന്നത്. പവർ ടൂളുകളായ വാൾ ചേസർ, ഡിമോളിഷൻ ഹാമർ, ഡ്രില്ലിംഗ് മെഷീൻ തുടങ്ങിയ ആവശ്യമുണ്ട്. പിന്നെ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പെൻസിൽ, ലെവല്, മാർക്കർ, മെഷറിംഗ് ടേപ്പ് എന്നിവ ആവശ്യമുണ്ട്. ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൈപ്പ് റഞ്ചോ അഡ്ജസ്റ്റബിൾ സ്പാനറോ സ്ക്രൂ ഡ്രൈവർ തുടങ്ങിയവ വേണ്ടി വരും. വാൾ മിക്സറുകളുടെ ഓരോ ടൈപ്പിനും അവയുടെ കൂടെ തന്നെ അവ ഓപ്പൺ ചെയ്യാനുള്ള അലൻ കീയും സാധാരണഗതിയിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ കട്ടിംഗ് ടൂൾസായ പൈപ്പ് കട്ടർ, ഹാക്സോ, യൂട്ടിലിറ്റി നൈഫ് തുടങ്ങിയവ വേണം. പിന്നെ മേസണറി ടൂൾസ് വേണം, ഷോവല്, ട്രോവല്, മോർട്ടാർ പാൻ തുടങ്ങിയവ പ്ലാസ്റ്ററിങ്ങിനും മറ്റുമായിട്ട്. പിന്നെ ഹാമർ വേണം, നെയിൽസ് വേണം. പിന്നെ കോക്കിംഗ് ടൂൾസ്, സിലിക്കോൺ ഗണ്ണും മറ്റും ആവശ്യമായി വരും. ഒരു വാൾ മിക്സർ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള ഇൻസ്ട്രക്ഷൻ മാനുവലിൽ അത് എത്ര ഉയരത്തിലാണ് സ്ഥാപിക്കേണ്ടത്, അതിൻ്റെ വാട്ടർ പോയിന്റുകളുടെ അളവ് എത്രയാണ്, അവ തമ്മിലുള്ള അകലം എത്രയാണ് എന്നുള്ളതെല്ലാം
അതിൽ തന്നെ വ്യക്തമായി കാണിച്ചിരിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വാൾ മിക്സറാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതതിൻ്റെ ഫ്ലാഞ്ചാണ്, ഇതതിൻ്റെ ഷവർ എൽബോ, ഇതാണ് വാൾ മിക്സർ, അതിൻ്റെ 3 ഹാൻഡിലുകളുണ്ട്, ഇതാണ് അതിൻ്റെ സ്പൗട്ട്. ഇത് വാൾ മിക്സറിൻ്റെ ഭാഗങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റിയിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതവിടെ ഫ്ലാഞ്ചുകളാണ്, അതിൻ്റെ എക്സെൻട്രിക് കണക്ടറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വാൾ മിക്സറിനകത്ത് വരുന്ന വാൽവുകൾ, ഇത് വാൾ മിക്സറും അതിൻ്റെ സ്പൗട്ടുമാണ്, ഇതാണ് അതിൻ്റെ ഷവർ എൽബോ. വാൾ മിക്സർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സെൻട്രിക് കണക്ടറും ഫ്ലാഞ്ചുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു വാൾ മിക്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ നടത്ത ചിത്രമാണ്. ഈ ചിത്രത്തിൽ ആ അളവുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാൾ മിക്സറുകളുടെ വാട്ടർ പോയിന്റുകൾ തമ്മിലുള്ള മാക്സിമം അകലം എന്ന് പറയുന്നത് 17.5 സെൻറ്റിമീറ്റർ ±1 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുന്നത് 13.5 സെൻറ്റിമീറ്റർ ±1 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ വാൾ മിക്സറിൻ്റെ ഇൻലെറ്റ് പോയിന്റുകളും ഷവറിലോട്ട് പോകുന്ന പോയിന്റും തമ്മിലുള്ള അകലം മാക്സിമം 160 മില്ലിമീറ്റർ അല്ലെങ്കിൽ 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ അളവുകൾ വെച്ച് വേണം നമ്മൾ ഭിത്തിയിൽ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ. ഈ എക്സെൻട്രിക് അഡാപ്റ്ററുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അളവുകൾ ±1 സെൻറ്റിമീറ്റർ വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ്: മാർക്കിംഗ് പൊസിഷൻസ്, വാൾ ചേസിംഗ്, റഫിൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് വാട്ടർ സപ്ലൈ കണക്ഷൻസ് ആൻഡ് പോയിന്റ്സ്, masonry finishing operations, installation of wall mixer, spout and shower, finishing operations like caulking etc., testing of fixtures. ഇൻസ്റ്റലേഷന് വേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യുന്നതെന്ന് പറയുന്നത് വാൾ മിക്സറിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പൊസിഷൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ അനുസരിച്ച് വാട്ടർ സപ്ലൈ പോയിന്റ്സ് എവിടേക്കാണ് വരുന്നത്, വാൾ മിക്സറിൻ്റെ ഹൈറ്റ് എവിടെയാണ്, ഷവറിൻ്റെ പോയിന്റ് എവിടെയാണ്, സ്പൗട്ടിൻ്റെ പോയിന്റ് ഏതാണ്, ഇവയെല്ലാം നമ്മൾ മാർക്ക് ചെയ്യും. അടുത്തതായി നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ്സിൽ പൈപ്പ് ലൈനുകളും മറ്റും സ്ഥാപിക്കാൻ വേണ്ടി വാൾ കട്ട് ചെയ്യും. ഇതാണ് വാൾ ചേസിംഗ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മൾ റഫിൻ നടത്തുന്നു. അതിനുശേഷം വാട്ടർ സപ്ലൈ ലൈൻസും പൈപ്പ് ലൈനുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതായത് വാട്ടർ സപ്ലൈ കണക്ഷൻസ് കൊടുക്കുന്നു. അതായത് വാൾ മിക്സറിനുള്ള വാട്ടർ സപ്ലൈ പോയിന്റുകൾ, അതുപോലെ ഷവർ പോയിന്റുകളും സ്പൗട്ട് പോയിന്റുകളും നമ്മൾ പൈപ്പ് ലൈൻ കൊടുക്കുന്നു. ഈ സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ചായിരിക്കണം ഇവ ചെയ്യേണ്ടത്. അതുപോലെ സപ്ലൈ ലൈൻസ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത് ലെവലിലാണെന്നുള്ള കാര്യം നമ്മൾ ഓരോ തവണയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനുശേഷം നമ്മൾ ഭിത്തിയിലുള്ള ഗ്യാപ്പുകളും മറ്റും പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. അതിനുശേഷം ടൈലിങ്ങും മറ്റും ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ വാൾ മിക്സർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാൾ മിക്സർ ഇൻസ്റ്റാൾ ചെയ്യലും പിന്നെ സ്പൗട്ടും ഷവറും ഇൻസ്റ്റാൾ ചെയ്യലാണ്. എക്സെൻട്രിക് കണക്ടറും ഫ്ലാഞ്ചും ഉപയോഗിച്ചാണ് നമ്മൾ വാൾ മിക്സർ ഭിത്തിയിലേക്ക് ഘടിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഷവർ എൽബോ ഉപയോഗിച്ച് നമ്മൾ ഷവറിലോട്ടുള്ള കണക്ഷൻ എടുക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഷവർ എൽബോ ഉപയോഗിക്കാറില്ല. സ്പൗട്ട് സാധാരണയായി വാൾ മിക്സറുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. വാൾ മിക്സർ സ്ഥാപിക്കുമ്പോൾ തന്നെ അത് ലെവലാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നു. അതായത് വാൾ മിക്സറിനും ഭിത്തിയിലും ഇടയ്ക്കുള്ള ഗ്യാപ്പും അതുപോലെ തന്നെ ഹോൾസും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അവ നമ്മൾ ഫില്ല് ചെയ്യുന്നു. ആണ് സിലിക്കൺ കണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇതിനെല്ലാം ശേഷം വാൾ മിക്സർ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. മിക്സർ ഓൺ ചെയ്യുന്നു. ഷവറും സ്പൗട്ടും കറക്റ്റായി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. അതുപോലെ വാട്ടർ ടെമ്പറേച്ചർ മിക്സ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. വാൾ മിക്സർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് വാൾ മിക്സറിലെ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. വാൾ മിക്സറിന് അഭിമുഖമായി നമ്മൾ നിൽക്കുമ്പോൾ ഇടതുവശത്ത് നിന്ന് ഹോട്ട് വാട്ടറും വലതുവശത്ത് നിന്ന് കോൾഡ് വാട്ടർ സപ്ലൈയുമാണ് വരേണ്ടത്. പിന്നെ വാൾ മിക്സർ ഇൻസ്റ്റാൾ സാധാരണ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഹൈറ്റ് 120 സെൻറ്റിമീറ്ററിലാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഷവർ പോയിന്റ് സാധാരണയായി ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് 210 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് സ്ഥാപിക്കുന്നത്. ഇവയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ചിത്രത്തിൽ വാൾ മിക്സർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സാണ് കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ വാൾ മിക്സർ സ്ഥാപിക്കാനുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വാൾ മിക്സറിനുള്ള ഇൻലെറ്റ് ലൈൻസ് കൊടുത്തിരിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഹോട്ട് വാട്ടർ, റൈറ്റ് സൈഡിൽ ഹോൾഡ് വാട്ടർ. ഇത് ഷവറിലോട്ട് കണക്ഷനുള്ള പോയിന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അതിനുശേഷം വാൾ ചേസിങ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അവിടെ മാർക്ക് ചെയ്ത പൊസിഷൻസ് കട്ട് ചെയ്ത് സ്പേസ് കുറയുന്നത് നമുക്ക് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി. ഈ ചിത്രത്തിൽ ആ പോയിന്റ്സ് കൊടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് 2 ഇൻലെറ്റ് പോയിന്റ് ആണ്. ഇതൊരു ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഇത് ഹോട്ട് വാട്ടർ സപ്ലൈ, ഇത് കോൾഡ് വാട്ടർ സപ്ലൈ. ഇത് ഷവറിലോട്ട് പോകാനുള്ള സപ്ലൈ ലൈനുമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മേസൺറി ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആയ പ്ലാസ്റ്ററിങ്ങും ടൈലിങ്ങിനും ശേഷമുള്ളതാണ് കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ പ്ലഗുകൾ ഊരി പകരം എക്സെൻട്രിക് കണക്റ്റേഴ്സ് സ്ഥാപിച്ചിരിക്കുന്നു. ഇത് വാൾ മിക്സർ സ്ഥാപിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. വാൾ മിക്സർ സ്ഥാപിക്കുന്നത് വാൾ മിക്സർ ലെവലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതാണ് വാൾ മിക്സറിൻ്റെ സ്പൗട്ട്. ഷവർ എൽബോ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ് ഒന്നാണ്. ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഷവറിലോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. ഇത് 2-in-1 വാൾ മിക്സർ ആയതുകൊണ്ട് തന്നെ ഒരു സ്പൗട്ടും അതുപോലെ ഒരു ഷവറും മാത്രമേ ഉള്ളൂ. അടുത്തതായി നമ്മൾ വാൾ മിക്സർ കൃത്യമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം സ്പൗട്ട് തുറന്ന് വർക്ക് ചെയ്യുന്നതാണ്. സ്പൗട്ടിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ഷവർ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ഷവറിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. വാൾ ഡൈവേർട്ടർ. Diverter, also known as single lever diverter, are compact and space efficient units for mixing hot water and cold water. Diverter gets concealed inside wall where the spout and lever are different parts unlike the wall mixer. Usually installed at 120 cm high from finished floor level. The spout of diverter is generally installed at 18 inch from flooring. Therefore, the distance between spout to bucket is quite less as compared to wall mixer. ഡൈവേർട്ടർ അല്ലെങ്കിൽ സിംഗിൾ ലിവർ ഡൈവേർട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റും സ്പേസ് സേവിങ്ങുമായ ഒരു ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ മിക്സിംഗ് യൂണിറ്റാണ്. വാൾ ഡൈവേർട്ടറും വാൾ മിക്സറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വാൾ ഡൈവേർട്ടറിലെ മിക്സിംഗ് യൂണിറ്റ്, അതായത് വാൽവുകളും മറ്റും ഭിത്തിക്കകത്തായിട്ടാണ് വരുന്നത്, അതായത് ഒരു കൺസീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്സായ ഹാൻഡിലുകളും ബട്ടൺസും മാത്രമേ ഭിത്തിക്ക് പുറത്തു വരത്തുള്ളൂ. എന്നാൽ മിക്സറുകളിൽ ഹാൻഡിലുകളും വാൾ മിക്സിംഗ് യൂണിറ്റും മൊത്തത്തിൽ ഭിത്തിക്ക് പുറത്തായിട്ടാണ് വരുന്നത്. വാൾ ഡൈവേർട്ടറുകളും വാൾ മിക്സറുകളെ കണക്ക് ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് 120 cm ഉയരത്തിലാണ് സ്ഥാപിക്കുന്നത്. എന്നാൽ വാൾ ഡൈവേർട്ടറുകളിലെ സ്പൗട്ട് എന്ന് പറയുന്നത് സാധാരണ തറനിരപ്പിൽ നിന്ന് 18 ഇഞ്ച് ഉയരത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിയറൻസ് വളരെ കുറവാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വാൾ ഡൈവേർട്ടറാണ്. ഈ ഡൈവേർട്ടറിൽ നിന്ന് 2 കണക്ഷൻസാണ് പോയിരിക്കുന്നത്. ഇതൊരു റെയിൻ ഷവറിലോട്ടുള്ള കണക്ഷനാണ്. രണ്ടാമതൊരു ഹാൻഡ് ഷവറിലോട്ടുള്ള കണക്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റലേഷൻ ഓഫ് എ 2-way വാൾ ഡൈവേർട്ടർ. ഒരു 2-way വാൾ ഡൈവേർട്ടർ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ചിത്രത്തിൽ ഒരു വാൾ ഡൈവേർട്ടറും അതിൻ്റെ പാർട്സും പിന്നെ ഇൻസ്റ്റലേഷൻ മാനുവലിൽ നിന്നെടുത്ത ചിത്രങ്ങളുമാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു വാൾ ഡൈവേർട്ടറിൻ്റെ പുറത്ത് കാണുന്ന ഭാഗങ്ങളാണ്. ഇതാണ് അതിൻ്റെ ഹാൻഡിലും അതിൻ്റെ ബട്ടൺസും. ഇത് ഡൈവേർട്ടറിൻ്റെ ഷവറാണ്. ഇത് ഡൈവേർട്ടറിൻ്റെ സ്പോട്ട്. ഇതാണ് വാൾ ഡൈവേർട്ടറിൻ്റെ മിക്സിംഗ് യൂണിറ്റ്. ഇത് സാധാരണ ഭിത്തിക്കകത്തായിട്ടാണ് വരുന്നത്. ഇത് വാൾ ഡൈവേർട്ടറിൻ്റെ എക്സ്പ്ലോർഡ് വ്യൂ ആണ്. അതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഭിത്തിക്ക് പുറത്ത് കാണുന്ന യൂണിറ്റുകളെന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിലും ഈ ഡൈവേർട്ടറിനുള്ള സിംഗിൾ ഹാൻഡിലും പിന്നെ ഈ ഫേസ് പ്ലേറ്റുമാണ്. ഭിത്തിക്കകത്ത് വരുന്ന പാർട്ടെന്ന് പറയുന്നത് ഈ മിക്സർ ബോഡിയാണ്. ചിത്രത്തിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡയമെൻഷൻസ് അനുസരിച്ച് വേണം നമ്മൾ ഡൈവേർട്ടറിനായിട്ട് പോയിൻറ്റ്സ് കൊടുക്കാൻ. വാൾ ഡൈവേർട്ടറുകളുടെ കൂടെ അത് ഓപ്പൺ ചെയ്യാനുള്ള അലൻ കീ വരും. അതാണ് ഇവിടെ ലിറ്റിൽ സ്പൂൺ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽസ് റിക്വയർഡ്: ഡൈവേർട്ടർ ആൻഡ് ആക്സസറീസ്, പൈപ്സ്, ടെഫ്ലോൺ ടേപ്പ്, കോട്ടൺ വേസ്റ്റ്, പ്ലംബേഴ്സ് പുട്ടി എക്സെട്ര, സിമൻറ്റ്, സാൻഡ്, മേസൺറി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അഡാപ്റ്റേഴ്സ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ്. ടൂൾസ് റിക്വയർഡ് ഇൻക്ലൂഡ് അലൻ കീ, വാൾ ചേസർ, ഡിമോളിഷൻ ഹാമർ, ഡ്രില്ലിംഗ് മെഷീൻ, പെൻസിൽ, മാർക്കർ, ലെവൽ, ടേപ്പ്, മേസൺറി ടൂൾസ്, കോക്കിംഗ് ടൂൾസ്, വ്രഞ്ച്, സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, ഹാക്സോ, പൈപ്പ് കട്ടർ എക്സെട്ര. ഒരു ഡൈവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സാധാരണ ഡൈവേർട്ടറും അതിൻ്റെ ആക്സസറീസും, പിന്നെ പ്ലംബിങ്ങിനുള്ള സാധാരണ ആക്സസറീസ്, പിന്നെ മേസൺറി ഫിനിഷിംഗായിട്ട് പ്ലാസ്റ്ററിങ്ങിന് മറ്റുള്ള ആക്സസറീസും പൈപ്പ് കണക്ഷനുള്ള ആക്സസറീസുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടുന്ന ടൂൾസ് ആൻഡ് മെറ്റീരിയൽസാണ് വേണ്ടത്. അതിനകത്ത് മാർക്കിംഗ് ടൂൾസ് വേണം, കട്ടിംഗ് ടൂൾസ് വേണം, ലെവലിംഗ് ടൂൾസ് വേണം, ഹോൾഡിംഗ് ടൂൾസും ഫിക്സിംഗ് ടൂൾസും വേണം, പിന്നെ ഫിനിഷിംഗ് ടൂൾസും വേണം. അപ്പോൾ അതിനകത്ത് വരുന്നത് അലൻ കീ, പവർ ടൂളുകളായ വാൾ ചേസർ, ഡിമോളിഷൻ ഹാമർ, ഡ്രില്ലിംഗ് മെഷീൻ തുടങ്ങിയവ, മാർക്കിംഗ് ടൂൾസായ പെൻസിൽ, മാർക്കർ, ലെവൽ തുടങ്ങിയവ, പിന്നെ മെഷർമെൻറ്റ്സ് എടുക്കാൻ ടേപ്പ് ലെവൽ വേണം, പിന്നെ മേസൺറി ടൂൾസ് ഷോവൽ, ട്രോവൽ, മോട്ടാർ പാൻ തുടങ്ങിയവ വേണം, കോക്കിംഗ് ടൂൾസ് സിലിക്കൺ ഗണ്ണ് തുടങ്ങിയവ വേണം, ഫിക്സിംഗ് ടൂൾസ് അല്ലെങ്കിൽ ഹോൾഡിംഗ് ടൂൾസ് വേണം, വ്രഞ്ച്, സ്പാനർ, സ്ക്രൂ ഡ്രൈവർ തുടങ്ങിയവ, കട്ടിംഗ് ടൂൾസായ ഹാക്സോ, പൈപ്പ് കട്ടർ, യൂട്ടിലിറ്റി നൈഫ് തുടങ്ങിയവ ആവശ്യമായി വരും. ഇത് ഒരു വാൾ ഡൈവേർട്ടറിൻ്റെ പാർട്ടുകൾ കാണിച്ചിരിക്കുന്നതാണ്. ഈ ചിത്രത്തിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പ്ലേറ്റാണ്. അതിൻ്റെ സ്വിച്ചുകളും ബട്ടണുകളും ഒക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കണക്റ്റേഴ്സ്, വാഷറുകൾ, പിന്നെ ഇത് കാണിച്ചിരിക്കുന്നത് ഷവറാണ്. ഇത് ഡൈവേർട്ടറിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തുള്ള കവറാണ്. ഇത് ഡൈവേർട്ടറിൻ്റെ വാൽവാണ് അല്ലെങ്കിൽ മിക്സിംഗ് യൂണിറ്റാണ്.
ഡൈവേർട്ടർ ഒരു കൺസീൽഡ് ഫിറ്റിംഗ് ആണ്, അതായത് അത് ഭിത്തിക്ക് അകത്തോട്ട് പോകും. വാട്ടർ സപ്ലൈ ലൈൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡൈവേർട്ടറും ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങും മറ്റ് ഫിനിഷിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നത്. ആ സമയത്ത് സിമെൻറ്റ് മറ്റും ഡൈവേർട്ടർ വാൽവിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ കവർ ഉപയോഗിക്കുന്നത്. പിന്നെ വോൾ മിക്സറിൻ്റെ കണക്ക് ഇൻസ്റ്റാളേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഹോട്ട് വാട്ടർ സപ്ലൈ, റൈറ്റ് സൈഡിൽ കൂടെ കോൾഡ് വാട്ടർ സപ്ലൈയുമാണ് വരുന്നത്. അതുപോലെ തന്നെ വാൾ ഡൈവേർട്ടറിൽ പോയിൻറ്റ്സ്, ഷവറിനുള്ള പോയിൻ്റ്, സ്പൗട്ടിനുള്ള പോയിൻ്റ് കൃത്യമായി മാർക്ക് ചെയ്തിരിക്കും. താഴോട്ടുള്ള പോയിൻ്റ് സ്പൗട്ടിനുള്ള പോയിൻ്റാണ്, അതുപോലെ മേലിലോട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഷവറിനുള്ള പോയിൻറ്റും ആയിരിക്കും. ഇൻസ്റ്റലേഷൻ ഓഫ് എ 2-way wall diverter steps: marking positions, making chases and wall chasing, installation of supply lines, installation of diverter valve concealed, finishing masonry construction works, installation of plate, handle, shower switch, etc., installation of spout and shower, testing of fixtures. Diverter valve is installed at 120 cm from the finished floor level. Shower head is usually installed from 210 cm from the finished floor level. ഇനി ഒരു വാൾ ഡൈവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മാർക്കിംഗ് പൊസിഷൻസ്, നമ്മൾ ടേപ്പും ലെവലും പെൻസിലും ഉപയോഗിച്ച് ഡൈവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പൊസിഷൻസ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ വാട്ടർ സപ്ലൈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. ഷവറിനുള്ള പോയിൻറ്റ്, സ്പൗട്ടിനുള്ള പോയിൻറ്റ് തുടങ്ങിയവയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഹോട്ട് വാട്ടറിൻ്റെയും കോൾഡ് വാട്ടറിൻ്റെയും സപ്ലൈ പോയിൻറ്റ്സും മാർക്ക് ചെയ്യും. അതിനുശേഷം ഈ പോയിൻറ്റുകളിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് പൈപ്പ് ലൈൻ ഇടാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ വാട്ടർ സപ്ലൈ ലൈൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വാൾ ഡൈവേർട്ടറും ഇൻസ്റ്റാൾ ചെയ്യുന്നു. കൺസീൽഡായിട്ട് നമ്മൾ കൃത്യമായ അളവുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഓരോ സന്ദർഭത്തിലും നമ്മൾ ഇതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നു. ഡൈവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹോട്ട് വാട്ടർ സപ്ലൈയും റൈറ്റ് സൈഡിൽ നിന്ന് കോൾഡ് വാട്ടർ സപ്ലൈയുമാണ് വരുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഷവർ പോയിന്റിലോട്ടുള്ള കണക്ഷനും സ്പൗട്ട് പോയിന്റിലുള്ള കണക്ഷനും കൊടുക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കവറും സ്ഥാപിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ മേസൺറി ഫിനിഷിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നു, അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുന്നു. അതിനുശേഷം ടൈലിംഗ് ചെയ്യുന്നു. ഇവ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൈവേർട്ടറിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞാൽ പ്ലേറ്റ്, അതിൻ്റെ ഹാൻഡിൽ, അതിനുള്ള പുഷ് ബട്ടൺസ്, അതിനോടൊപ്പം തന്നെ ഷവറും സ്പൗട്ടും ഉള്ള സ്വിച്ചുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ സ്പൗട്ടും ഷവറും ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ഫിനിഷിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നു, അതായത് ഗ്യാപ്പും മറ്റും സിലിക്കൺ ഗണ്ണും ഉപയോഗിച്ച് അടയ്ക്കുന്നു. പോക്കിംഗ് ടൂൾസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അവസാനമായിട്ട് ഡൈവേർട്ടർ തുറന്ന് ഷവറും സ്പൗട്ടും നല്ലോണം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുന്നു. സഫീഷ്യൻറ്റ് പ്രഷറിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ മെഷർമെൻറ്റ്സും ലെവലും കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഡൈവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പുകളും മറ്റും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഗ്യാപ്പുകളും മറ്റും മേസൺറി മെറ്റീരിയൽസും സിലിക്കോൺ ഗണ്ണും മറ്റും ഉപയോഗിച്ച് അടയ്ക്കുന്നു. ഈ സ്ലൈഡിൽ ഒരു വാൾ ഡൈവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്സാണ് കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ വാൾ ഡൈവേർട്ടറിൻ്റെ മാർക്ക് ചെയ്ത പൊസിഷൻസിൽ വാൾ ചേസിങ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സപ്ലൈ ലൈൻസിന് സ്ഥാപിക്കാൻ, വാട്ടർ സപ്ലൈ ലൈൻസും ഡൈവേർട്ടറും സ്ഥാപിക്കാൻ വേണ്ടി വാൾ ചേസ് ചെയ്തിട്ട് പോയിൻറ്റ്സ് ഇട്ടിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ വാൾ ഡൈവേർട്ടർ സ്ഥാപിച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാൾ ഡൈവേർട്ടർ, അതിൻ്റെ കവറും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹോട്ട് വാട്ടർ സപ്ലൈ, റൈറ്റ് സൈഡിൽ നിന്ന് കോൾഡ് വാട്ടർ സപ്ലൈ. ഇതും ഷവറിനോട്ടുള്ള പോയിൻ്റാണിത്. താഴോട്ടുള്ള സ്പൗട്ടിൻ്റെ പോയിൻ്റാണ് കാണിക്കുന്നത്. ഇതാണ് സ്പൗട്ടിനുള്ള പോയിൻറ്റ്. ഡൈവേർട്ടറുമായിട്ട് സ്പൗട്ട് അറ്റാച്ച്ഡ് അല്ല, അതുകൊണ്ട് സെപ്പറേറ്റ് പോയിന്റ് നമ്മൾ താഴോട്ട് കൊടുക്കുന്നു. ചിത്രത്തിൽ ഫിനിഷിംഗ് ഓപ്പറേഷൻ, അതായത് പ്ലാസ്റ്ററിങ്ങും ടൈലിങ്ങിന് ശേഷമുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ടൈലിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഡൈവേർട്ടറിൻ്റെ ഭാഗങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗ്യാപ്പെല്ലാം നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. അതിനുശേഷം ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റും ഹാൻഡിലും സ്വിച്ചസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതോടെ ഡൈവേർട്ടറിൻ്റെ ഫിനിഷിംഗ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഷവറും സ്പൗട്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്നിട്ട് ഫിനിഷിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നു. ഗ്യാപ്പും മറ്റും സിലിക്കൺ ഗണ്ണ് ഉപയോഗിച്ച് അടയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഡൈവേർട്ടർ വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുന്നു. ഡൈവേർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ, സ്പൗട്ട് ചെക്ക് ചെയ്യുന്നതാണ്. സ്പൗട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അതുപോലെ ഷവർ വർക്ക് ചെയ്യുന്നോ ചെക്ക് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. Thermostatic mixers and diverters. Nowadays, thermostatic valves are used in wall mixers and diverters to prevent accidents and injuries from hot water. Temperature of water can be set using temperature control valves. They are costlier but safer. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മിക്സറുകളിലും ഡൈവേർട്ടറുകളിലും നമുക്ക് വെള്ളത്തിൻ്റെ താപനില മാനുവലായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഇതുമൂലം തന്നെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചൂടുവെള്ളം ദേഹത്ത് വീണ് അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് പരിഹരിക്കാനായി നൂതന സാങ്കേതിക വിദ്യകളാണ് തെർമോസ്റ്റാറ്റിക് മിക്സറുകളും ഡൈവേർട്ടറുകളും. തെർമോസ്റ്റാറ്റിക് മിക്സറുകളിലും ഡൈവേർട്ടറുകളിലും നമ്മൾ തെർമോസ്റ്റാറ്റിക് വാൽവുകൾ ഉപയോഗിക്കുന്നു.
അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ താപനില കൃത്യമായി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സേഫ് ടെമ്പറേച്ചറിൽ ജലത്തിൻ്റെ താപനില സെറ്റ് ചെയ്യുന്നത് മൂലം ചൂടുവെള്ളം മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇവയ്ക്ക് വില കൂടുതലാണ്, പക്ഷേ ഇവ സേഫറാണ്. ഇതുവരെ നിങ്ങൾ വോൾ മിക്സറുകളെയും വോൾ ഡൈവേർട്ടറുകളെ കുറിച്ചുമാണ് പഠിച്ചത്. അവയ്ക്ക് അനുബന്ധമായി ചെയ്യാനുള്ള പോർട്ട്ഫോളിയോ വർക്കാണ് പറയാൻ പോകുന്നത്. പോർട്ട്ഫോളിയോ. In an A4 sheet paper, make a comparison between a wall mixer and a wall diverter of any brand. Include details like sketches, pictures, specification, size, method of installation, tools and materials required, etc. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു വാൾ മിക്സറും ഒരു വാൾ ഡൈവേർട്ടറും തമ്മിലുള്ള കമ്പാരിസൺ തയ്യാറാക്കുക. സെറ, ജാഗ്വാർ പോലെ പലവിധ കമ്പനികളും ബ്രാൻഡുകളും നമുക്ക് നിലവിലുണ്ട്. അവയുടെ മാനുവൽസ് മറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കമ്പാരിസൺ തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അവയുടെ ചിത്രങ്ങൾ, സ്കെച്ചസ്, അവയുടെ സ്പെസിഫിക്കേഷൻ എന്താണ്, സൈസ് എന്താണ്, അവ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടുന്ന ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, പിന്നെ അവയുടെ പ്രൈസ് റേഞ്ച്, ഇവയൊക്കെയാണ് നിങ്ങൾ ഈ കമ്പാരിസണിൽ ഉൾപ്പെടുത്തേണ്ടത്. വാട്ടർ മീറ്റർ. വാട്ടർ മീറ്റർ measures the volume of water used by residential and commercial building units that are supplied with water by a public water supply system. They are also used to determine flow through a particular portion of the system. There are two common types of water meters: displacement water meter and velocity water meter. Modern ultrasonic and electronic water meters are also in use. വാട്ടർ മീറ്ററുകൾ എന്നാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലും ജലത്തിൻ്റെ ഉപഭോഗം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മുടെ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ നിന്ന് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ബിൽഡിങ്സിനും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലുമൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ വാട്ടർ മീറ്ററുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവ കൂടാതെ ഫ്ലോ ഡിറ്റർമിൻ ചെയ്യേണ്ട സിസ്റ്റത്തിലും നമ്മൾ വാട്ടർ മീറ്റർ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലും അതുപോലെ തന്നെ പമ്പ് ഹൗസുകളിലും ഒക്കെ നമ്മൾ വാട്ടർ മീറ്റർ ഉപയോഗിക്കാറുണ്ട്. രണ്ട് തരം വാട്ടർ മീറ്ററുകളാണ് നിലവിലുള്ളത്: ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ മീറ്ററും വെലോസിറ്റി വാട്ടർ മീറ്ററും. പുതിയ സാങ്കേതിക വിദ്യയുള്ള അൾട്രാസോണിക് വാട്ടർ മീറ്ററുകളും ഇലക്ട്രോണിക് വാട്ടർ മീറ്ററുകളും പ്രചാരത്തിലുണ്ട്. ഇവ സെൻസറുകൾ ഉപയോഗിക്കും. ഇത്തരത്തിൽ ഒരു വീട്ടിലെ വാട്ടർ മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാട്ടർ മീറ്റർ. അതിൻ്റെ ക്യാപ്പ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. വാട്ടർ മീറ്ററിൻ്റെ രണ്ട് സൈഡിൽ ഓരോ ഷട്ട് ഓഫ് വാൽവുകൾ കൊടുത്തിരിക്കും. വാട്ടർ മീറ്ററുകൾ പലയിടത്ത് ഘടിപ്പിച്ചതാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ വാട്ടർ മീറ്റർ ഓപ്പൺ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാട്ടർ മീറ്റർ. അതിനെ ഗേറ്റ് വാൽവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വാട്ടർ മീറ്റർ റീഡിങ്ങിനായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ കണക്ഷൻ കൊടുക്കുമ്പോൾ വീട്ടിലേക്കുള്ള വാട്ടർ സപ്ലൈ കണക്ഷൻ വരുന്നത് ഈ വാട്ടർ മീറ്ററിലൂടെയാണ്. അപ്പോൾ വാട്ടർ മീറ്റർ നോക്കിയാണ് നമ്മൾ ജല ഉപഭോഗം അറിയുന്നത്. അപ്പോൾ വാട്ടർ മീറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു കോൺക്രീറ്റ് ബോക്സിനകത്തിലൂടെയാണ് വാട്ടർ മീറ്റർ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റ് സിസ്റ്റത്തിൽ ഉള്ള വാട്ടർ മീറ്ററുകളാണ്. അപ്പോൾ ഓരോ ഫ്ലാറ്റിലോട്ടും പോകുന്ന ഓരോ ഫ്ലാറ്റിലും ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ അളവറിയാൻ വേണ്ടി ഓരോ ഇൻഡിവിജ്വൽ വാട്ടർ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ മീറ്റർ. Displacement meters are commonly referred to as positive displacement or PD meters. In displacement water meter, water enters a chamber and number of times the chamber is filled and emptied is measured. Volume of water is equal to number of times into capacity of chamber. ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ മീറ്ററുകളെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ മീറ്ററുകളെന്ന് പറയാറുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ മീറ്ററിൽ ഒരു ചേമ്പറുണ്ട്. ജലം വന്ന് ആ ചേമ്പർ നിറയുന്നു. നമ്മൾ മൊത്തം ജല ഉപഭോഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചേമ്പറിൻ്റെ കപ്പാസിറ്റി അതിനെ എത്ര തവണയാണോ ആ ചേമ്പർ നിറയുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ജല ഉപഭോഗം കിട്ടുന്നതാണ്. വെലോസിറ്റി വാട്ടർ മീറ്റർ. എ വെലോസിറ്റി ടൈപ്പ് വാട്ടർ മീറ്റർ മെഷേഴ്സ് the velocity of flow through a meter of non-internal capacity. The speed of flow can be converted into a volume of flow to determine the usage. Q is equal to AV. Flow equals area into velocity. Velocity type water meterൽ മെഷർ ചെയ്യുന്നത് ആ ഫ്ലോയുടെ വെലോസിറ്റിയാണ്. ആ ഫ്ലോ വെലോസിറ്റി വാട്ടർ മീറ്ററിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. ആ ഡിസ്ചാർജിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ജല ഉപഭോഗമായെന്ന് അറിയാൻ പറ്റും. വാട്ടർ മീറ്ററുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ചെയ്യാനുള്ള പോർട്ട്ഫോളിയോ ആക്ടിവിറ്റിയാണ്. പോർട്ട്ഫോളിയോ ആക്ടിവിറ്റി: വാട്ട് ടൈപ്പ് ഓഫ് വാട്ടർ മീറ്റർ ഈസ് യൂസ്ഡ് ഇൻ കേരള? പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ലൈക്ക് ടൈപ്പ്, മെത്തേഡ് ഓഫ് ഇൻസ്റ്റലേഷൻ, യൂണിറ്റ്സ് എക്സെട്ര. അടുത്തതായി വിദ്യാർത്ഥികൾ ചെയ്യാനുള്ള പോർട്ട്ഫോളിയോ ആക്ടിവിറ്റിയാണ്. ഇതിൽ നമ്മുടെ കേരളത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാട്ടർ മീറ്റർ ഏത് ടൈപ്പാണെന്ന് എഴുതുക. അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. അതിനകത്ത് അത് ഏതുതരം വാട്ടർ മീറ്ററാണ്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജലം അളക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്ന് എഴുതുക.
Water hammer arrestor. Water hammer arrestors are used to absorb the shock when water flowing in piping system suddenly stops due to a fast closing shut-off valve, a dishwasher, clothes washer, etc. This action protects against annoying and potentially damaging effect of water hammer like bursting of pipes. നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വാട്ടർ പ്രഷർ അല്ലെങ്കിൽ വാട്ടർ ഹാമർ മൂലം ഉണ്ടാകുന്ന പ്രഷറിനെ അബ്സോർബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് വാട്ടർ ഹാമർ അറസ്റ്റർ. മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ പൈപ്പുകളിലൂടെ നല്ല ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത്. പെട്ടെന്ന് ഒരു ഐസൊലേറ്റിംഗ് വാൽവായ ഗേറ്റ് വാൽവ് അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ ശക്തമായ ജലപ്രവാഹം പെട്ടെന്ന് നിൽക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് സാധാരണ ആ പൈപ്പിലൂടെ ഉണ്ടാകുന്ന പ്രഷറിനെക്കാട്ടിയും വളരെയധികം കൂടുതലായിരിക്കും. ഇത്രയുമുള്ള പ്രഷർ കയറി വന്നു കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളിൽ മുനിസിപ്പൽ സപ്ലൈ ലൈൻസിലെല്ലാം നമ്മൾ പ്രഷർ റിലീഫ് വാൽവ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഫ്ലാറ്റുകളിലുമൊക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചെറിയ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളിലും മറ്റും നമ്മൾ PRV സിസ്റ്റംസ് അത്രയ്ക്ക് ഉപയോഗിക്കാറില്ല. അവയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് വാട്ടർ ഹാമർ അറസ്റ്റേഴ്സ് ആണ്. ഇവ ഓരോ എക്യുപ്മെന്റ്സിനും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ പെട്ടെന്ന് ഒരു ഡിഷ് വാഷറിന്റെ ഷട്ട് ഓഫ് വാൽവ് അങ്ങാനും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഹാമർ എഫക്റ്റ് മൂലം പ്ലംബിംഗ് ലൈൻസിൽ ശക്തമായ പ്രഷർ ഉണ്ടാകുന്നു. ഇതുമൂലം പൈപ്പ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വാട്ടർ ഹാമർ അറസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രഷർ അബ്സോർവ് ചെയ്യുന്നു. അതുമൂലം പൈപ്പുകൾക്ക് ഡാമേജ് ഒന്നും ഉണ്ടാകുന്നില്ല. പമ്പ്സ്. എ പമ്പ് ഈസ് എ ഡിവൈസ് ദാറ്റ് മൂവ്സ് ഫ്ലൂയിഡ്സ് ഓർ സംടൈംസ് സ്ലറീസ് ബൈ മെക്കാനിക്കൽ ആക്ഷൻ, typically converted from electrical energy into hydraulic energy. Pumps are used for lifting water from sources like rivers, sump-wells, etc., for lifting water to overhead tank, for wells and tube wells in houses, to boost pressure when flow is reduced as in supply mains, flats, etc. നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഉപകരണമാണ് പമ്പ്. ഇതൊരു ഡിവൈസാണ്. മെക്കാനിക്കൽ ആക്ഷൻ വഴി ജലത്തെ ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പമ്പുകൾ ഉപയോഗിക്കുന്നത്. പമ്പുകൾ സാധാരണ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മെക്കാനിക്കൽ പമ്പുകളും നിലവിലുണ്ട്. നമ്മൾ പമ്പുകൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മുടെ വാട്ടർ സപ്ലൈ സോഴ്സ്, അതായത് മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സോഴ്സ് എന്ന് പറയുന്നത് സാധാരണ റിവറുകളും സമ്പൽസുമാണ്. അവിടെ നമ്മൾ പമ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ മെയിൻസിൽ വെള്ളം ഓവർഹെഡ് ടാങ്കിലോട്ട് എത്തിക്കാനും നമ്മൾ പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. വീടുകളിലും മറ്റും ഉള്ള കിണറുകളിലും ട്യൂബ്വെല്ലുകളിലും നമ്മൾ പമ്പ് ഉപയോഗിക്കാറുണ്ട്. വാട്ടർ സപ്ലൈ മെയിൻസിൽ പ്രഷർ കുറയുമ്പോൾ പ്രഷർ കൂട്ടാൻ വേണ്ടി നമ്മൾ ബൂസ്റ്റർ പമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവ തന്നെ ഫ്ലാറ്റുകളിലും മറ്റും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് പമ്പ്സ്. Pumps are an integral part of water supply system. Types of pump include hand pumps, centrifugal pumps, reciprocating pumps, jet pumps, gear pumps, etc. Power of pump is rated in unit called horsepower. 1 horsepower is equal to 746 watt. പമ്പുകൾ നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. പലതരം പമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഹാൻഡ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ജെറ്റ് പമ്പ്, ഗിയർ പമ്പ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പമ്പിൻ്റെ പവർ നമ്മൾ അളക്കുന്നത് ഹോഴ്സ് പവർ എന്ന യൂണിറ്റാണ്. അതിനെ കുതിരശക്തി എന്നും പറയാറുണ്ട്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഹാൻഡ് പമ്പ്സ്. ഹാൻഡ് പമ്പ്സ് ആർ മാനുവലി ഓപ്പറേറ്റഡ് പമ്പ്സ്. They use human power and mechanical advantage to move fluids or air from one place to another. They are also known as lift pumps. Their discharge is low but can pump water from depth as high as 150 meter. ജലത്തിൻ്റെ അളവ് കുറഞ്ഞ സ്ഥലങ്ങളിലും ജലനിരപ്പ് വളരെയധികം താഴ്ന്ന സ്ഥലങ്ങളിലുമാണ് നമ്മൾ സാധാരണയായി ഹാൻഡ് പമ്പുകൾ ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മാൻ പവർ കൊണ്ടാണ് ഹാൻഡ് പമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇവന്ന് ഡിസ്ചാർജ് കുറവായിരിക്കും. പക്ഷേ വളരെയധികം ആഴത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും. അതായത് 150 മീറ്റർ വരെ ആഴമുള്ളിടത്തു നിന്ന് നമുക്ക് ഹാൻഡ് പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും. സെൻട്രിഫ്യൂഗൽ പമ്പ്. A centrifugal pump is a mechanical device designed to move a fluid by means of transfer of rotational energy from one or more driven rotors called impellers. Casing, impeller, motor are the main parts of a centrifugal pump. The rotating impeller creates a vacuum that gives a suction head to pump water from sources like rivers, wells, etc. Filling impeller and suction pipe with water is known as priming. നമ്മൾ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന പമ്പുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അതിൻ്റെ പ്രധാന പാർട്സ് എന്ന് പറയുന്നത് ഒരു കേസിംഗ്, ഇമ്പല്ലർ, മോട്ടോർ എന്നിവയാണ്. ഇതിൽ ഇമ്പല്ലറിൻ്റെ റൊട്ടേറ്ററി മോഷൻ വഴിയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇതൊരു മെക്കാനിക്കൽ ഡിവൈസാണ്, പക്ഷേ പ്രവർത്തിക്കുന്നത് പവർ കൊണ്ടാണ്. ഈ കാണുന്ന ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സിമ്പലാണ്. ഇത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന സെക്ഷണൽ ഡ്രോയിങ് ആണ്. ഇത് അതിൻ്റെ ഇൻലെറ്റ് അല്ലെങ്കിൽ സക്ഷൻ പൈപ്പാണ്. ഇതല്ലെങ്കിൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഡെലിവറി പൈപ്പാണ്. ഇതാണ് വോല്യൂട്ട് ചേമ്പർ. ഇതിനകത്തുള്ളതാണ് ഇമ്പല്ലർ. ഈ ഇമ്പല്ലർ ഒരു മോട്ടോറുമായിട്ട് ഘടിപ്പിച്ചിരിക്കും.
സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളത് പ്രൈം ചെയ്യണം. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഈ പൊല്യൂട്ട് ചേമ്പറും സക്ഷൻ പൈപ്പും ഏത് ഫ്ലൂയിഡാണോ പമ്പ് ചെയ്യേണ്ടത് അതുകൊണ്ട് നിറയ്ക്കുന്നതാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഈ ഇമ്പല്ലർ മോട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഇമ്പല്ലർ ശക്തിയായിട്ട് കറങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒരു സക്ഷൻ ഹെഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ സക്ഷൻ പൈപ്പിൽ കൂടെ വെള്ളം ഈ പൊല്യൂട്ട് കേസിങ്ങിലെത്തുന്നു. ഇതിൻ്റെ റൊട്ടേറ്ററി മോഷൻ കാരണം അത് ഔട്ട്ലെറ്റ് പൈപ്പ് വഴി പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ പലതരം സെൻട്രിഫ്യൂഗൽ പമ്പുകളാണ് കാണിച്ചിരിക്കുന്നത്. സർഫസ് മൗണ്ടഡ് പമ്പ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ സർഫസ് ഓഫ് എർത്ത്, ടോപ്പ് ഓഫ് ഹിൽസ് എക്സെട്ര. സാധാരണയായി ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പാണിത്. നമ്മുടെ കിണറുകളിലും മറ്റും സ്ഥാപിക്കുന്നതാണ്. ഇത് എർത്തിൻ്റെ സർഫസിലാണ് സ്ഥാപിക്കുന്നത്. അതായത് പമ്പ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയല്ല. ഇവയ്ക്ക് ഒരു സക്ഷൻ പൈപ്പ് കാണും. ആ സക്ഷൻ പൈപ്പിലൂടെയാണ് വെള്ളം പമ്പിലേക്ക് എത്തുന്നത്. സബ്മേഴ്സിബിൾ പമ്പ്സ് ക്യാൻ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. ദേ ആർ യൂസ്ഡ് ഫോർ ബോർവെൽസ്, ട്യൂബ്വെൽസ്, ഓർഡിനറി വെൽസ് എക്സെട്ര. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പമ്പുകളാണ് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ സബ്മേഴ്സിബിൾ പമ്പുകളാണ്. സബ്മേഴ്സിബിൾ പമ്പുകൾ ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ വർക്ക് ചെയ്യും. അവയിലൊരു സ്ട്രെയിനർ കാണും. അതായത് ജലത്തിലുള്ള മാലിന്യങ്ങളും മറ്റും പമ്പിലോട്ട് എത്താതിരിക്കാൻ വേണ്ടി ഒരു സ്ട്രെയിനർ കാണും. ഈ ചിത്രത്തിൽ കാണിക്കുന്ന സ്ട്രെയിനറാണ്. ഈ പമ്പുകൾ കിണറ്റിലെ വെള്ളത്തിലും മറ്റും മുങ്ങിക്കിടക്കുകയാണ് പതിവ്. ഇത് ബോർവെല്ലിൽ ഉപയോഗിക്കുന്ന സബ്മേഴ്സിബിൾ പമ്പാണ്. അടുത്തതായി സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പാർട്സ് ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നതാണ്. ഇത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മോട്ടോറാണ്. ഇത് അതിൻ്റെ ഇമ്പല്ലർ, റൊട്ടേറ്റിംഗ് ഇമ്പല്ലറാണ്. അതിന് ചുറ്റുമുള്ള കേസിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതതിൻ്റെ സക്ഷൻ പൈപ്പും ഇതിൻ്റെ ഡെലിവറി പൈപ്പും. സെൻട്രിഫ്യൂഗൽ പമ്പ് വെച്ച് നമുക്ക് ഏതുതരം ഫ്ലൂയിഡും പമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവയുടെ ഡിസ്ചാർജ് വളരെ ഹൈ ആയിരിക്കും. എന്നാൽ അതി ഉയരത്തിലോട്ട് നമുക്ക് ഇത് സെൻട്രിഫ്യൂഗൽ പമ്പ് വെച്ച് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പ്രൈമിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. Reciprocating pump. A reciprocating pump is a mechanical device that changes mechanical energy of the fluid into hydraulic energy. It uses a piston or plunger for pumping the fluid from one location to another. It is also known as piston pump. Centrifugal pump ആണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പും ഒരു പമ്പ് തന്നെയാണ്. ഇതിനെ നമ്മൾ പിസ്റ്റൺ പമ്പ് എന്നും പറയാറുണ്ട്. കാരണം ഇതൊരു പിസ്റ്റണിൻ്റെ മോഷൻ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇത് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ സിമ്പിളാണ്. ഇതൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ചിത്രമാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക്സ് ബൈ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ഓഫ് എ പിസ്റ്റൺ. ഇത് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്ക് കാണിക്കുന്നതാണ്. അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ക്യാം, ഇത് പിസ്റ്റൺ, ഇത് പിസ്റ്റൺ റോഡാണ്, ഇവിടെ സീലുണ്ട്, ഇത് ഇൻലെറ്റ് ചെക്ക് വാൽവ്, ഇത് ഔട്ട്ലെറ്റ് ചെക്ക് വാൽവ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ ബാക്കിലോട്ട് വരികയും ഈ ചേമ്പറിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് ഇൻലെറ്റ് വാൽവ് തുറക്കുകയും ഈ സക്ഷൻ പൈപ്പ് വഴി വെള്ളം ഈ ചേമ്പറിലോട്ട് എത്തുന്നു. ക്യാം തിരിഞ്ഞു ഇറങ്ങുമ്പോൾ ഇൻലെറ്റ് ചെക്ക് വാൽവ് അടയുന്നു. ഇതിനകത്ത് സ്പേസ് കുറയുന്നു. ആ സമയത്ത് പ്രഷർ കാരണം ഈ ഔട്ട്ലെറ്റ് ചെക്ക് വാൽവ് തുറക്കുന്നു. വെള്ളം ഈ ഔട്ട്ലെറ്റ് ചെക്ക് വാൽവ് വഴി ഡെലിവറി പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പുകളിൽ ഡിസ്ചാർജ് കുറവായിരിക്കും, അതുപോലെ തന്നെ പൾസേറ്റിംഗും ആയിരിക്കും. എന്നാൽ ഈ പമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെയധികം ഉയരത്തിലേക്ക് ജലം പമ്പ് ചെയ്യാൻ സാധിക്കും. ഗിയർ പമ്പ്. എ ഗിയർ പമ്പ് ഈസ് എ ടൈപ്പ് ഓഫ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. It moves a fluid by repeatedly enclosing a volume using interlocking cocks or gears, transferring it mechanically using a cyclic pumping action. It delivers a smooth, pulse-free flow proportional to the rotational speed of gears. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗിയർ പമ്പാണ്. അതിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ഒരു ഡ്രൈവർ ഷാഫ്റ്റും ഡ്രൈവർ ഗിയറും ഉണ്ട്. ഇത് ഡ്രിവൺ ഷാഫ്റ്റും ഡ്രിവൺ ഗിയറുമാണ്. ഇത് ഇതിൻ്റെ ഇൻലെറ്റ് ആണ്, ഇത് ഔട്ട്ലെറ്റ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡ്രൈവർ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഡ്രൈവർ ഗിയർ കറങ്ങും, അതിനോടൊപ്പം തന്നെ ഡ്രിവൺ ഗിയറും കറങ്ങും. ആ സമയത്ത് ഇവിടെയുള്ള ഫ്ലൂയിഡ് ഔട്ട്ലെറ്റിലൂടെ ഹൈ പ്രഷർ ഫ്ലൂയിഡായിട്ട് പുറത്തേക്ക് പോവുകയും ഈ സൈഡിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ്. അപ്പോൾ ഈ ഇൻലെറ്റ് പൈപ്പിൽ കൂടെ വെള്ളം അകത്തോട്ട് വരുന്നു. ഗിയർ പമ്പിൽ ഗിയറുകളുടെ റൊട്ടേഷനാണ് ഫ്ലോ നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലോ പൾസ് ഫ്രീ ആണ്, സ്റ്റഡി ഫ്ലോ ആണ്. ജെറ്റ് പമ്പ്. A jet pump is a mechanical machine that flows fluid by driving nozzle that transform the pressure of fluid into high-speed jet. It is self-priming with no moving parts. Jet pumps can pump from greater depths. Flow is non-pulsating and has long life. പുതുതായി ഉപയോഗിക്കുന്ന പമ്പുകളാണ് ജെറ്റ് പമ്പ്. ഇവയ്ക്ക് സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകളെക്കാട്ടിയും അഡ്വാൻറ്റേജ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പുകളുടെ ആക്ഷനോട് അനുബന്ധമായി തന്നെ ഇവയിൽ ഒരു നോസിലുണ്ട്. അതിൽ നിന്ന് ഹൈ പ്രഷർ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ശക്തിയിൽ ജലപ്രവാഹം വരുന്നു. ഇതൊരു സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. ഈ പമ്പുകളിൽ മൂവബിൾ പാർട്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ആഴങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഫ്ലോ നോൺ പൾസേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഡിസ്ചാർജ് സ്റ്റഡി ആയിരിക്കും. ഇവയ്ക്ക് ആയുസും കൂടുതലാണ്. ബൂസ്റ്റർ പമ്പ്സ്. ബൂസ്റ്റർ പമ്പ്സ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രഷർ ഓഫ് എക്സിസ്റ്റിംഗ് ഫ്ലൂയിഡ് ഫ്ലോ സിസ്റ്റം. They are designed to help
plumbing system achieve higher flow rates and overcome high system heads. Booster pumps are used in supply mains, in flats, in high-rise buildings to overcome low flow conditions. ബൂസ്റ്റർ പമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റത്തിലെ പ്രഷർ കുറയുമ്പോൾ വാട്ടർ ഫ്ലോ ശരിയാവണ്ണം നടക്കാൻ വേണ്ടി പ്രഷർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പമ്പുകളെയാണ് നമ്മൾ ബൂസ്റ്റർ പമ്പ് എന്ന് പറയുന്നത്. ഇവ എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ മെയിൻസിൽ ഉപയോഗിക്കാറുണ്ട്, ഫ്ലാറ്റുകളിലും ഉപയോഗിക്കാറുണ്ട്, അതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും ഉപയോഗിക്കാറുണ്ട്. സപ്ലൈ മെയിൻസിൽ എപ്പോഴാണ് വാട്ടർ പ്രഷർ വളരെയധികം കുറവാകുന്നത് ആ സമയത്ത് നമ്മൾ ബൂസ്റ്റർ പമ്പ് ഉപയോഗിച്ച് പ്രഷർ റൈസ് ചെയ്തിട്ടാണ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫ്ലാറ്റുകളിലും മറ്റും ഓവർഹെഡ് ടാങ്ക് വഴി വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ മുകളിലത്തെ നിലകളിൽ പ്രഷർ വളരെ കുറവായിരിക്കും. ആ നിലകളിൽ നല്ല ശക്തിയിൽ വെള്ളം എത്താൻ വേണ്ടി നമ്മൾ ബൂസ്റ്റർ പമ്പുകൾ ഉപയോഗിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ബൂസ്റ്റർ പമ്പാണ്. ഇതൊരു ഫ്ലാറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബൂസ്റ്റർ പമ്പ് അസംബ്ലിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പമ്പുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പോർട്ട്ഫോളിയോ ആക്ടിവിറ്റിയാണ്. പോർട്ട്ഫോളിയോ ആക്ടിവിറ്റി: prepare a case study on a pump used in a residential building. Include details like company, type of pump, working, power rating, etc. ഒരു A4 ഷീറ്റിൽ ഒരു പമ്പിനെ കുറിച്ച് ഒരു കേസ് സ്റ്റഡി നടത്തുക. അത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലോ ഉപയോഗിക്കുന്ന ഒരു പമ്പിനെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പമ്പിനെ കുറിച്ചായാലും നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ തയ്യാറാക്കാവുന്നതാണ്. അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അത് ഏത് കമ്പനിയുടെ പമ്പാണ്, അത് ഏതുതരം പമ്പാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ പവർ റേറ്റിംഗ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. റിസോഴ്സസ്: ഈ ഓൺലൈൻ ക്ലാസ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന റിസോഴ്സസ് ആണ് കാണിച്ചിരിക്കുന്നത്. നോട്ട്സ്, പിക്ചേഴ്സ് courtesy of www.allpumps.com.au, www.spruce.com, www.seraindia.com, www.youtube.com, www.wikipedia.org, www.contractby.com, www.google.com/images. വിദ്യാർത്ഥികൾക്കെല്ലാം യൂണിറ്റ് 2ലെ പോർഷൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.